പല്ലിശ്ശേരി ടൈംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്ഫോടനത്തിൻ്റെ കുറച്ച് സീനുകളെല്ലാം ചിത്രീകരിച്ചു കഴിഞ്ഞു. മമ്മൂട്ടി ഉപനായകൻ്റെ സ്ഥാനവും കിട്ടി. അതോടെ എല്ലാ രീതിയിലും മാറ്റം വന്നു. മറ്റുള്ളവരുടെ നോട്ടത്തിലും പെരുമാറ്റത്തിലുമെല്ലാം വളരെ വ്യത്യാസം. സംവിധായകൻ PG വിശ്വംഭരന് സ്നേഹവർദ്ധനവ് കൂടി. നിർമ്മാതാവ് ബാബു വളരെ മാന്യമായിട്ടാണ് മമ്മൂട്ടിയോട് പെരുമാറിയത്. എവിടെ പോകുമ്പോഴും മമ്മൂട്ടിയെ കൂടെ കൊണ്ടുപോവുകയും മാന്യമായ രീതിയിൽ ഞങ്ങളുടെ റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമയിലെ ഉപനായകൻ നല്ല നടൻ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുകയും ചെയ്യുമായിരുന്നു. അതിനിടയിലാണ് പാട്ട് റെക്കോർഡിംഗ് മദ്രാസിൽ നടന്നത്. ബാബു മമ്മൂട്ടിയെയും കൂടെ കൊണ്ടുപോകാൻ തീരുമാനിച്ചു. ട്രെയിൻ യാത്രയിലാണ് പോകുന്നത്. മമ്മൂട്ടിയുടെ രണ്ടാമത്തെ മദ്രാസ് യാത്ര. ആദ്യ യാത്ര നിൽക്കാൻ പോലും ഇടമില്ലാതെ ജനറൽ കമ്പാർട്ട്മെൻറ്റിലായിരുന്നെങ്കിൽ ഇത്തവണ AC കോച്ചിലായിരുന്നു മമ്മൂട്ടിയുടെ യാത്ര. എത്ര പെട്ടെന്നാണ് അഭിനേതാക്കളുടെ സ്ഥാനമാനങ്ങൾ വർദ്ധിക്കുന്നത്. മമ്മൂട്ടിക്ക് സന്തോഷം. പക്ഷെ സന്തോഷം രാത്രി കിടക്കാൻ നേരത്ത് മാഞ്ഞുപോയി. അതുവരെ തണുപ്പ് കൂടുതൽ അറിഞ്ഞിരുന്നില്ല. കിടക്കാൻ സമയത്ത് വർദ്ധിച്ച തണുപ്പായിരുന്നു AC-ക്ക്. മമ്മൂട്ടി വിറച്ചു. കിടന്നെങ്കിലും ചാടി എണീറ്റു. വിറച്ച് ഇരുന്നു കൊണ്ട് നേരം വെളുപ്പിച്ചു എന്നുള്ളതാണ് സത്യം. അങ്ങനെ AC കോച്ചിൽ കയറിയെങ്കിലും AC-യുടെ സുഖം അനുഭവിക്കാൻ കഴിയാതെ ആ ഒരു രാത്രി വെളുപ്പിച്ചു. മദ്രാസിലെത്തിയപ്പോൾ താൻ താമസിച്ചിരുന്ന രാജ് ഹോട്ടലിനെ കുറിച്ചാണ് മമ്മൂട്ടി ആലോചിച്ചത്. വലിയ ഹോട്ടലായിരുന്നില്ലെങ്കിലും അതൊരു ഐശ്വര്യമുള്ള ഹോട്ടലായിരുന്നു. അവിടെ തന്നെ താമസിക്കാം എന്ന് തീരുമാനിച്ചപ്പോഴാണ് ബാബു പറഞ്ഞത് പാങ്ക്രു ഹോട്ടലിലാണ് മമ്മൂട്ടി താമസിക്കുന്നത്. പാങ്ക്രു ഹോട്ടൽ എന്ന് പറഞ്ഞപ്പോൾ മമ്മൂട്ടി ഞെട്ടിപ്പോയി. കാരണം വലിയ നടീനടന്മാരും വലിയ തിരക്കഥാകൃത്തുക്കളും അടക്കം താമസിക്കുന്ന ഹോട്ടലാണ് പാങ്ക്രു. കഴിഞ്ഞ പ്രാവശ്യം മമ്മൂട്ടി ചെന്നപ്പോൾ MT വാസുദേവൻ നായർ താമസിച്ചിരുന്നത് പാങ്ക്രു ഹോട്ടലിലാണ്. മമ്മൂട്ടിക്ക് വിശ്വസിക്കാനും കഴിഞ്ഞില്ല. താൻ അത്രയ്ക്കും വളർന്നോ? സത്യമാണെന്ന് മനസ്സിലായപ്പോഴാണ് ബാബുവിനോട് കൂടുതൽ ആദരവ് തോന്നിയത്. മാന്യനായ നിർമ്മാതാവ്, നടീനടന്മാരോട് മാന്യമായിട്ടുള്ള പെരുമാറ്റം, പൂജയ്ക്ക് വന്നവരോടും അവിടെ വന്ന പലരോടും പല പ്രൊഡ്യൂസേഴ്സിനോടും മമ്മൂട്ടിയെക്കുറിച്ച് പൊക്കിപ്പറയുകയാണ് ബാബു ചെയ്തത്. അത് സിനിമയിലെ ബിസിനസ്സിൻ്റെ മറ്റൊരു തന്ത്രമാണ്. ഇറങ്ങാൻ പോകുന്ന തങ്ങളുടെ സിനിമയിലെ നടന്മാരെക്കുറിച്ച് കൂടുതൽ പുകഴ്ത്തി പറയുകയും അവരെ കൂടുതൽ പേർക്ക് പരിചയപ്പെടുത്തുകയും ചെയ്യുമ്പോൾ അത് ബിസിനസ്സിന് കൂടി ഗുണകരമായി തീരുമെന്നുള്ള തന്ത്രം. എന്തായാലും വളരെ സന്തോഷത്തോടെയാണ് മമ്മൂട്ടി മദ്രാസിലെ രണ്ടാം യാത്ര ആസ്വദിച്ചത്. അവിടുത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു പോരാൻ സമയം. പഴയ ചില സുഹൃത്തുക്കളെ കാണാൻ ആഗ്രഹിച്ചെങ്കിലും നടന്നില്ല. ബാബു പറഞ്ഞു ഇനി ഷൂട്ടിംഗ് തുടങ്ങുന്നത് ആലപ്പുഴയിൽ ഉദയ സ്റ്റുഡിയോയിലായിരിക്കും. ഏകദേശം 1 മാസത്തോളം ഷൂട്ടിംഗ് ഉണ്ടായിരിക്കും. ആലപ്പുഴ ഉദയ സ്റ്റുഡിയോയിൽ വരുന്നു. കവാടത്തിൽ നിൽക്കുന്ന കോഴികൾ നോക്കി നിൽക്കുന്നു. ആ ഉദയ സ്റ്റുഡിയോയിൽ ഓരോ കോട്ടേജുകളുണ്ട്, ഓരോരുടെ പേരിലുള്ള കോട്ടേജുകൾ. അവിടെയെല്ലാം ചുറ്റി കറങ്ങുന്നു. PG വിശ്വംഭരൻ മമ്മൂട്ടിയെ വിളിച്ച് അതുവരെ കാണിക്കാത്ത സ്നേഹങ്ങൾ പ്രകടിപ്പിക്കുന്നു. ഞാനാണ് ഏറ്റവും നല്ല റോളുകൾ തന്നു മമ്മൂട്ടിയെ ഈ സിനിമയിലൂടെ നായക സ്ഥാനത്ത് എത്തിച്ചിരിക്കുന്നു എന്നുവരെ പറയുന്നു. അപ്പം അന്നവിടെ ഷീല വന്നിട്ടുണ്ട്, സുകുമാരൻ വന്നിട്ടുണ്ട്, മറ്റു പല ആർട്ടിസ്റ്റുകളുണ്ട്. പിറ്റേ ദിവസം ബാലൻ K നായർ വരുമെന്ന് പറയുന്നുണ്ട്.
മമ്മൂട്ടിക്ക് താമസിക്കാനുള്ള സ്ഥലം ബീച്ചിനടുത്തുള്ള ഗസ്റ്റ് ഹൗസിലാണ് പ്ലാൻ ചെയ്തത്. അവിടേക്ക് പോകുമ്പോൾ മമ്മൂട്ടി ആലോചിച്ചു, പാങ്കുരു ഹോട്ടൽ AC ആയിരുന്നു, ട്രെയിൻ യാത്രയും AC ആയിരുന്നു, ഇവിടെയും AC ആയിരിക്കില്ലേ? പക്ഷെ അവിടെ ചെന്നപ്പോൾ മമ്മൂട്ടിയെ ഞെട്ടിച്ചു. സാധാരണ ഒരു മുറിയിൽ ഒരു AC അല്ലേ വയ്ക്കാറ്, ഇവിടെ അങ്ങനെയല്ല. ആ മുറിയിൽ 2 AC ആണ് ഉണ്ടായിരുന്നത്. നായകനായ സുകുമാരൻ്റെ മുറിയിൽ ഒരു AC, നായികയായ ഷീലയുടെ മുറിയിൽ ഒരു AC, സഹനടനായ മമ്മൂട്ടിയുടെ മുന്നിൽ 2 AC. മമ്മൂട്ടി സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. പക്ഷേ 2 AC ഓൺ ചെയ്തപ്പോൾ തണുത്തിട്ട് വിറച്ചുകൊണ്ട് കിടക്കാൻ വയ്യ. ഇടയ്ക്ക് പുറത്തിറങ്ങും, എന്നാലും ഉറങ്ങാൻ വയ്യ. അവസാനം AC ഓഫ് ചെയ്തിട്ടാണ് മമ്മൂട്ടി ഉറങ്ങിയത്. പിറ്റേ ദിവസം ബാബുവിനോട് പറഞ്ഞു, എനിക്ക് ഇത്രയും വലിയ സൗകര്യമൊന്നും വേണ്ട, എനിക്കൊരു ചെറിയ മുറി കിട്ടിയാൽ മതി, സുഖമായിട്ട് അവിടെ കിടന്നുറങ്ങാം. അങ്ങനെ 2 AC ഉള്ള റൂം കൊടുത്തിട്ടും അത് വേണ്ടെന്ന് വെച്ച് മമ്മൂട്ടി ചെറിയ മുറിയിലേക്ക് താമസം മാറ്റി എന്നുള്ളതാണ് സത്യം. ഇതൊക്കെ ഇപ്പോൾ പറഞ്ഞ് മമ്മൂട്ടി ചിരിക്കാറുണ്ട്. അങ്ങനെ താമസ സൗകര്യം, ഭക്ഷണത്തിൻ്റെ കാര്യം എല്ലാം നന്നായി പോകുന്നു. ഇനി ചെയ്യാനുള്ളത് ബാലൻ കെ നായർ വന്നിട്ടുള്ളതാണ് മമ്മൂട്ടിയുടെ സീനിൻ്റെ തുടക്കം. ബാലൻ കെ നായരുമായി 3 സ്റ്റണ്ട് രംഗത്താണ് അഭിനയിക്കേണ്ടത്. നായകൻ സുകുമാരനാണെങ്കിലും അടിയും ഇടിയും കുറേ സീനുകളുമെല്ലാം മമ്മൂട്ടിക്കാണ് നൽകിയിട്ടുള്ളത്. പക്ഷെ ബാലൻ കെ വരുന്നു എന്നറിഞ്ഞപ്പോൾ PG വിശ്വംഭരൻ മമ്മൂട്ടിയെ ഭയപ്പെടുത്താൻ വേണ്ടി സ്വകാര്യമായി പറഞ്ഞു, ബാലൻ കെ നായരെ സൂക്ഷിക്കണം, അയാൾക്ക് ഒരു ചെറിയ കുഴപ്പമുണ്ട്. സ്നേഹം കൂടി അടുത്ത് നിൽക്കുന്നവർ നടനായാലും നടിയായാലും അവരെ കയറി പിടിക്കും, മുകളിലല്ല പിടിക്കുക, അരയ്ക്ക് താഴെ ഒരു പിടുത്തുണ്ടെന്ന് പറയും. ഇത് കേട്ടപാടെ മമ്മൂട്ടി ഞെട്ടിപ്പിഴേ, അത്രയും വഷളനാണ്? വഷളനൊന്നല്ല, അങ്ങേരുടെ സ്വഭാവമാണ്. അതുകൊണ്ട് പരിചയമുള്ള നടികൾ വന്നാൽ അകന്നു നിൽക്കും, നടന്മാരും അകന്നു നിൽക്കും. സ്നേഹത്തോടെ ഭക്ഷണം കഴിക്കാനോ മുറിയിൽ തങ്ങാനോ വിളിച്ചാൽ പോകരുത് എന്നുള്ള കാര്യങ്ങളെല്ലാം മമ്മൂട്ടിയോട് പറഞ്ഞു കൊടുത്തു. ബാലൻ കെ അഭിനയിക്കാൻ വരുന്നു. കാലിൽ പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്, നടക്കാൻ വയ്യ. ജയൻ അപകടത്തിൽ മരിച്ച അതിൽ പരിക്കേറ്റതാണ് ബാലൻ കെ നായർക്ക്. ബാലൻ കെ വിഷാദവാനായിരുന്നു. ജയൻ്റെ മരണത്തെക്കുറിച്ച് ബാലൻ കെയെ ബന്ധപ്പെടുത്തി മോശമായ വാർത്തകൾ പ്രചരിച്ചതും ബാലൻ കെ അറിഞ്ഞിരുന്നു. ആ വിഷമവും എല്ലാം ഉള്ളിലുണ്ട്. പരിക്കേറ്റ് ആശുപത്രിയിലായിരുന്നിട്ട് പോലും അതൊന്നും ഗവനിക്കാതെയാണ് സ്ഫോടനത്തിൽ അഭിനയിക്കാൻ വേണ്ടി ആലപ്പുഴയിൽ എത്തിയത്. ബാലൻ കെ വന്നു. മുമ്പ് പരിചയമുണ്ടായിരുന്നെങ്കിലും കൂടുതൽ അടുപ്പമായി. ഇപ്പോൾ ബാലൻ കെ എത്ര പാവത്താനായിരുന്നാലും മുഖത്ത് ചായം തേച്ച് ക്യാമറയ്ക്ക് മുന്നിൽ വന്നാൽ പിന്നെ മറ്റൊന്നും ചിന്തിക്കില്ല. അഭിനയം മാത്രമാണ് അദ്ദേഹത്തിൻ്റെ തൊഴിൽ. അവിടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റുമില്ല. അപ്പോൾ മമ്മൂട്ടിയും ബാലൻ കെയും തമ്മിൽ അടിപിടി കൂടുന്ന രംഗമാണത്, നാടൻ തല്ല് പോലെ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. അദ്ദേഹത്തിൻ്റെ ബാലൻ കെയുടെ കാലിൽ പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അടി കൂടുമ്പോൾ തൻ്റെ ഭാഗത്ത് നിന്ന് അബദ്ധങ്ങൾ പറ്റാതെ നോക്കണം. അങ്ങനെ അതുകൊണ്ട് ബാലൻ കെ അടിപിടി കൂടുമ്പോൾ മമ്മൂട്ടി കൂടുതൽ ശ്രദ്ധിക്കുന്നു. അങ്ങനെ ശ്രദ്ധിച്ചത് കൊണ്ടാണ് പല ടേക്കുകളും വേണ്ടി വന്നത്. വിശ്വംഭരൻ പിടിച്ചു പറഞ്ഞു, മമ്മൂട്ടിയുടെ കാര്യം മാത്രം നോക്കിയാൽ മതി, ബാലൻ കെ അയാളുടെ കാര്യം നോക്കിക്കോളും, നിങ്ങൾ അമിതമായിട്ടുള്ള പ്രാധാന്യം ബാലൻ കെയുടെ പരിക്കിന് കൊടുക്കരുത്, അതാണ് ഈ പ്രശ്നം വരുന്നത്. ബാലൻ കെയും പറഞ്ഞു, ഒരു ടെൻഷനും വേണ്ട മമ്മൂട്ടി, നിങ്ങൾ പറഞ്ഞ ജോലി ചെയ്തോളൂ, എൻ്റെ കാര്യം ഞാൻ ശ്രദ്ധിച്ചോണ്ടു. അങ്ങനെ ഇരുവരും തമ്മിലുള്ള സീനുകളെല്ലാം വളരെ നന്നായി തീർത്തു എന്നുള്ള സത്യം. അങ്ങനെ ആ സിനിമയിൽ
മമ്മൂട്ടിക്ക് നല്ല പ്രാധാന്യം ലഭിച്ചു. ഇതിനിടയിൽ പല നിർമ്മാതാക്കളും അതറിഞ്ഞു. പലരും പറഞ്ഞു മലയാള സിനിമയ്ക്ക് കലയും കച്ചവടവും നിറഞ്ഞ സുന്ദരനായ ഒരു നടനെ ലഭിച്ചിരിക്കുകയാണ്. സ്ഫോടനം പ്രത്യേകിച്ച് PG വിശ്വംഭരൻ്റെ സിനിമ കൂടിയാണ്. സ്ഫോടനം വൻ വിജയമായി മാറും. അത് കേട്ടപ്പോൾ മമ്മൂട്ടിക്കും സന്തോഷം. ഒരു വലിയ സിനിമയുടെ ഭാഗമായി മാറാൻ തനിക്ക് കഴിഞ്ഞല്ലോ. അങ്ങനെ പരിക്ക് അവിടെ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരികെ പോയി. വീട്ടിലേക്ക് തിരികെ പോയത് ഈ ചാടി പരിക്കേറ്റ് മമ്മൂട്ടിയുടെ കാലിലും പ്ലാസ്റ്റർ ഇട്ടിരുന്നു. വിശ്രമിക്കാൻ വേണ്ടിയാണ് വീട്ടിലേക്ക് പോയത്. അവിടെ വീട്ടിൽ വിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് നവോദയ സ്റ്റുഡിയോയിൽ നിന്നും സംവിധാന സഹായിയായ സെബി മലയിലിൻ്റെ വിളി വന്നത്. നവോദയ സ്റ്റുഡിയോയിലെ അപ്പച്ചൻ വലിയൊരു സിനിമ ചെയ്യാൻ പോകുന്നു. പടയോട്ടം എന്നാണ് പേര്. ആ സിനിമയിൽ വില്ലൻ റോളിലാണ് മമ്മൂട്ടി അഭിനയിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ അപ്പച്ചനെ വന്നു കണ്ട് കാര്യങ്ങളെല്ലാം സംസാരിക്കണം. അപ്പോൾ മമ്മൂട്ടി പറഞ്ഞു, എനിക്ക് കാലിന് സുഖമില്ലാതിരിക്കുകയാണ്, അതുകൊണ്ട് അപ്പച്ചനോട് എൻ്റെ വീട്ടിൽ വന്ന് എന്നെ കാണണമെന്ന് പറഞ്ഞു. സാധാരണ രീതിയിൽ വലിയ ബാനർ. നവോദയ അപ്പച്ചനോട് ആരും അങ്ങനെ സംസാരിക്കാറില്ല. മമ്മൂട്ടി ധിക്കാരപരമായിട്ടാണ് സംസാരിച്ചതെന്ന് പലരും കരുതി. സിബിക്ക് അങ്ങനെ തോന്നിയില്ലെങ്കിലും അവസാനം മമ്മൂട്ടി തണ്ടനാണ്, ധിക്കാരിയാണെന്നുള്ള തീരുമാനത്തിലാണ് അവർ എത്തിച്ചേർന്നത്. കിട്ടിയത്